കേരള കോൺഗ്രസ് പേര് കൊടുത്ത അദ്ദേഹമല്ലേ. 3-ാം മാസം അദ്ദേഹം പറഞ്ഞു ഇത് കള്ളത്തറ ഇട്ടേച്ച് പോവുക, ഞാനില്ലെന്ന് പറഞ്ഞു. ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഇങ്ങനെ ആർക്കെങ്കിലും പിന്തുണാന്ന് പ്രസംഗിച്ചു നടക്കുന്ന ഇടപാടില്ല. ആരോടൊക്കെ സംസാരിക്കണോ, ഏതൊക്കെ വ്യക്തികളോട് സംസാരിക്കണോ, അവരെ എല്ലാം കണ്ടും ഫോണിലും സംസാരിച്ച് അവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങിയാണ് ഞാൻ BJP മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. ഇവിടെക്കാനാണ്. അതുകൊണ്ടാണ് പിണറായി ഇപ്പൊ കിടന്ന് വെള്ളം കുടിക്കുന്നത്. എന്റെ പൊന്നു മാറി, ഈ നാണംകെട്ട പ്രസ്ഥാനമല്ലേ കേരളത്തിൽ ക്രിസ്ത്യാനിയെ നശിപ്പിച്ചത്. എന്തിനാ ഇതിന് പുറകെ കിടക്കുന്നത്? ഇത് പിരിച്ചിട്ട് വേറെ പണി നോക്കട്ടെന്ന് കേരള കോൺഗ്രസ് എന്തിനാ ഉണ്ടാക്കിയത്? കുറെ ആളുകൾ കൊള്ളയടിക്കാൻ വേണ്ടി, മോട്ടിക്കാൻ വേണ്ടി, പിടിച്ചു പറിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ ചരിത്രം ഒന്ന് എടുക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. R. ശങ്കർ എന്ന് പറഞ്ഞ അത് പ്രഗത്ഭനായ മുഖ്യമന്ത്രി, അതിലേറെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി VT ചാക്കോ, അത് നിലയ്ക്ക് കിടക്കുക. ആ PT ചാക്കോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ക്രിസ്ത്യാനിയാണ്, ശരിയാ, രാജിവെച്ചു. ആ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം രാജിവെച്ചപ്പം എന്താ ഉണ്ടായി? ശങ്കർ നോക്കിയിട്ട് അന്ന് നിയമസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിസ്ത്യാനിയായ MLA, അതാരാ? T. A. തൊമ്മൻ. അദ്ദേഹം തൊമ്മയ്യരെന്നാണ് നിയമസഭ വിളിച്ചിരുന്നത്. കാരണം നിയമപരമായ എല്ലാ അവസാന വാക്ക് നിയമസഭയ്ക്കകത്ത് T. A. തൊമ്മനാണ്. പൂഞ്ഞാർ MLA ആയിരുന്നു അദ്ദേഹം. ആ തൊമ്മനെ പിടിച്ച് മന്ത്രിയാക്കി. പിന്നെ PT ചാക്കോയെ അവഗണിച്ചെന്ന് പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കുന്ന എന്താ പ്രസക്തി? വഞ്ചനയല്ലേ KM ജോർജ് നടത്തിയത്. KM ജോർജും അല്ലെങ്കിൽ ആ കൂടത്തിലുള്ളവർ നടത്തിയ ഏറ്റവും വലിയ വഞ്ചന, ആത്മവഞ്ചന. ക്രിസ്ത്യാനിയായ PT ചാക്കോയെ മാറ്റി മരിച്ച PT ചാക്കോയ്ക്ക് പകരം ക്രിസ്ത്യാനിയായ നിയമസഭയിലെ ഏറ്റവും വലിയ നിയമവിദഗ്ധനായ T. A. തൊമ്മനെ മന്ത്രിയാക്കി പ്രതിഷേധിച്ചുകൊണ്ട് 15 MLA-മാരുണ്ടായി കേരള കോൺഗ്രസ്. എന്നാ കേരള കോൺഗ്രസ്സാണ്? മന്നത്തപ്പൻ ആദ്യം ഇവരുടെ പറഞ്ഞ കൂട്ടത്തിൽ കൂടി കേരള കോൺഗ്രസ് പേര് കൊടുത്ത അദ്ദേഹമല്ലേ. 3-ാം മാസം അദ്ദേഹം പറഞ്ഞു ഇത് കള്ളത്തറ ഇട്ടേച്ച് പോവുക, ഞാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമേ മന്നത്തപ്പൻ തന്നെയാണ് കേരള കോൺഗ്രസ് ഉപേക്ഷിച്ചു പോയത്. പിന്നെ എന്നെ പോലെ പാവപ്പെട്ടവർ ഉപേക്ഷിക്കാൻ പറ്റും. ഇത് വഞ്ചകന്മാരുടെ ഇടപാടാണ്. കേരള കോൺഗ്രസ് പിരിച്ചുവിടണം. ഞാൻ ഇപ്പോഴല്ല പറയുന്നത്, ഈ പ്രസ് ക്ലബിൽ നിന്ന് ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ പറയുന്നത് ഇത് പിരിച്ചുവിടണം. ഇത് കള്ളന്മാരുടെ ഇടപാടാണ്. വെറും കൈക്കൂലിയും കൊള്ളയടിക്കാൻ വേണ്ടി, കേരളത്തിൽ സർക്കാർ കൊള്ളയടിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രസ്ഥാനമാണ്. നിർത്തണം എന്ന് ഞാൻ പറയും. ഇപ്പോഴും ഇത് തന്നെ പറയും, ഒരു സംശയം വേണ്ട. ഒരാൾ പറ, സഭാ നേതൃത്വത്തിന്റെ ഒരു പിന്തുണ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ കേരള കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ ക്രൈസ്തവ സഭയുടെ വക്താക്കളെ അവരുമായിട്ട് കൂടുതൽ ബന്ധം കേരള കോൺഗ്രസ്സുകാർക്കാണ്. അപ്പോൾ PCയുടെ BJP പ്രവേശനത്തിൽ സഭയുടെ ഒരു നിലപാടുണ്ടായിരുന്നു. അനുകൂലമായിട്ടുള്ള നിലപാടുകൾ PCയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഇങ്ങനെ ആർക്കെങ്കിലും പിന്തുണാന്ന് പ്രസംഗിച്ചു നടക്കുന്ന ഇടപാടില്ല. നാളെ നിങ്ങൾ ചെന്നാലും നിങ്ങൾ കൈമുത്തി സ്നേഹം പറഞ്ഞാലും നിങ്ങൾ തല കൈവച്ച് അനുഗ്രഹിച്ചു എന്നുള്ളതല്ലാതെ ഒരുത്തരോടും അങ്ങനെ പിന്തുണ കൊടുക്കുന്ന ഇടപാട് ക്രൈസ്തവ സഭയ്ക്കില്ല, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക്. എൻ്റെ കാര്യം എന്താണെന്നുള്ളത്, ഞാൻ ആരോടൊക്കെ സംസാരിക്കണോ, ഏതൊക്കെ വ്യക്തികളോട് സംസാരിക്കണോ, ഏതൊക്കെ വലിയവരോട് സംസാരിക്കണോ, അവരെ എല്ലാം കണ്ടും ഫോണിലും സംസാരിച്ച് അവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങിയാണ് ഞാൻ BJP മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിനില്ല. ഞാൻ അറിയിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കെന്താ? ഞാൻ അങ്ങനൊന്നും ചെയ്യാന. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു സഹോദരത. മത്സരിക്കുന്നില്ല എന്ന് പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? എന്റെ പൊന്ന സഹോദരൻ, നിങ്ങൾ ബഹളം വെക്കണത് അത് സൗകര്യം ചെയ്തിട്ട് അത് പാർട്ടി തീരുമാനിക്കും. നമ്മളിപ്പം കോട്ടയം പ്രസ് ക്ലബിൽ ഇരുന്ന് പത്രപ്രവർത്തകത്തിന് ഞാനും കൂടി സ്ഥാനാർത്ഥി സീറ്റ് നിശ്ചയിക്കാൻ പറ്റുമോ? ആഗ്രഹം പറഞ്ഞു നടക്കലാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്കറിയത്തില്ല. അത് തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല. അല്ല ഷാലി, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ. അത് പാർട്ടി തീരുമാനിക്കട്ടെ. നമുക്കതിൽ ഇടപെടേണ്ടതാണ് എൻ്റെ അഭിപ്രായം. അതാ ഞാൻ പറഞ്ഞത്. നമുക്കിവിടെ നമ്മൾ ചർച്ച ചെയ്ത് വെറുതെ ഇതിന് കുളവാക്കുന്നത്. അത് ഷോൺ ജോർജിനെ ചോദിച്ചില്ല. എനിക്ക് അവരും മിടക്കരാന്ന് എനിക്കറിയാം. അതുകൂടെ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. മിടക്കരാണ്. അതുകൊണ്ടാണ് പിണറായി ഇപ്പൊ കിടന്ന് വെള്ളം കുടിക്കുന്നത്.